കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം. ഇന്ന് നമ്മൾ 22-ാം അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ഇതും വളരെ നമുക്ക് എത്രത്തോളം മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പറ്റുന്നൊന്നും എനിക്കറിയില്ല. വളരെ ബുദ്ധിമുട്ടാണ്. അത് ശരിക്കും മനസ്സിലാക്കി വരാൻ ഈശ്വര കൃപ തന്നെ വേണം. പക്ഷേ നമ്മൾ മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. കാരണം മനസ്സിന് ഈ ബ്രഹ്മജ്ഞാനം മനസ്സിന് അതീതമാണല്ലോ, ബ്രഹ്മത്തിനെ മനസ്സിലാക്കൽ. അപ്പോൾ മനസ്സിന് അതീതമായിട്ടുള്ളതിനെ നമ്മൾ മനസ്സുകൊണ്ട് മനസ്സിലാവണില്ല എന്ന് പറയണതിന് അർത്ഥമില്ല. അപ്പോൾ നോച്ചൂർ സ്വാമി പറഞ്ഞ പോലെ ഇത് നമ്മൾ വായിക്കുകയും മനനം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവണുണ്ടോയെന്ന് നോക്കണ്ട. അത് മനസ്സിന് അതീതമായിട്ട് നമ്മുടെ മനസ്സിൻ്റെ അതീതമായി പോയി നമ്മളിൽ ഒരു മാറ്റം വരുത്തുന്ന അദ്ദേഹം പറഞ്ഞു ഒരിക്കൽ. അതായത് മനസ്സിലാക്കാൻ ശ്രമിക്കണ്ട, ശ്രദ്ധയോടുകൂടി കേട്ടോളൂ. അത് നമ്മുടെ മനസ്സിൻ്റെ അപ്പുറത്തേക്ക് അലകളായിട്ട് പോയിട്ട് നമ്മളിൽ ഒരു മാറ്റം വരുത്തും. അത് പോസിറ്റീവായിട്ട് അതിന് ഭഗവത് കൃപയ്ക്ക് നമ്മളെ അർഹമാക്കി തീർക്കും എന്ന് അദ്ദേഹം പറയുണ്ടായി. അപ്പോൾ അത് വിചാരിച്ച് നമുക്ക് മനസ്സിലാവുന്ന പോലെ അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന പോലെ ഇത് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. തെറ്റുകളുണ്ടെങ്കിൽ എല്ലാവരും പൊറുക്കണം. അപ്പോൾ ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം 22 അധ്യായം 22. അപ്പോൾ ഇതിൽ പുരുഷ പ്രകൃതി വിവേകവും പുരുഷനും പ്രകൃതി തമ്മിലുള്ള വ്യത്യാസവും പിന്നെ തത്വസംഖ്യയും ഒക്കെയാണ് ചോദിക്കണത്. അപ്പോൾ ഞാൻ ചുരുക്കി പറയാൻ എന്താ വെച്ചാൽ തത്വങ്ങൾ എത്രയാണ്, പലരും പല എണ്ണമാണ് പറയണത്. ചിലർ 9 തത്വം, ചിലർ 11, ചിലർ 3, 26, 25 അങ്ങനെ പലതും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാവരും അറിവുള്ളവരാണേനും പറയണത് പല എണ്ണാണ് പറയണത്. ഇത്ര തത്വങ്ങളെന്നൊക്കെ പല സംഖ്യകൾ പറയുന്നുണ്ട്. അതൊക്കെ ആരുടെ അഭിപ്രായം തെറ്റാവാൻ വഴിയില്ല. അപ്പോൾ ഏതാണെന്ന് ഭഗവാൻ പറഞ്ഞു തരണമെന്ന് പറയുകയാണ്. അപ്പോൾ ഭഗവാൻ തന്നെ പറയും അറിവുള്ളവർ പറയണമെന്നും തെറ്റാവില്ല. പക്ഷേ എല്ലാവരും പറയണത് ശരിയാണ്. പക്ഷേ ഓരോരുത്തരും ഓരോ രൂപത്തിലാണ് തത്വങ്ങളെ കാണുന്നത്. ഒരേ തത്വത്തെ തന്നെയാണ് എല്ലാവരും പലതായിട്ട് പറയണത്. ഏകവും അദ്വിതീയവും ആയിട്ടുള്ള ആ ചൈതന്യവും ആ ചൈതന്യത്തിൻ്റെ ശക്തിയായിട്ടുള്ള പ്രകൃതി അല്ലേ, പുരുഷൻ്റെ ശക്തിയായിട്ടുള്ള പ്രകൃതിയും, പിന്നെ ആ പ്രകൃതിയിൽ നിന്നാണ് നമ്മൾ കണ്ടുവല്ലോ സൃഷ്ടിയിലെ മഹത്തത്വവും അഹങ്കാരവും സത്വരജസ്തമങ്ങളും അടങ്ങണ ആ പ്രകൃതിയിൽ മഹത്തത്വം അഹം തത്വം അല്ലേ, പിന്നെ പല നമ്മൾ പലതും കണ്ടില്ലേ, അതൊക്കെ അതിൽ നിന്ന് വന്നതാണ്. അപ്പോൾ പിന്നെ ഈ എന്തൊക്കെ പറഞ്ഞാലും പറഞ്ഞാലും ശരിയാണെന്ന് 4 പറഞ്ഞാലും എല്ലാം ഒന്നിനെ ഈ മായയുടെ പിന്നെ ഇൻഫ്ലുവൻസ് കാരണം ഒന്നിനെ തന്നെ പലതായി നമ്മൾ ദർശിക്കുകയാണ്. ഒന്നേ ഉള്ളൂ എന്നുള്ളതിലേക്ക് തന്നെ വരും ഭഗവാൻ. പക്ഷെ തത്വങ്ങളെ പറ്റിയൊക്കെ ഭഗവാൻ കുറേ പറയുന്നുണ്ട്. നമുക്ക് 1-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. എല്ലാറ്റിലും ഭഗവാൻ അവസാനം വരണ ആത്മാവിൻ്റെ ആ ഏകത്വത്തിനെ പറ്റിയാണ്. അദ്വൈത ശക്തി മാത്രമേ ഉള്ളൂ. അതിൽ ഈ നാനാത്വമൊക്കെ തോന്നണത് നമുക്ക് മായ കൊണ്ടാണ് എന്നുള്ളതിലേക്ക് വരികയാണ്. അതായത് നമുക്ക് അജ്ഞാനം മാറിയാൽ ഇവിടെ ഒന്നേ ഉള്ളൂ ബ്രഹ്മം, ആ അഖണ്ഡബോധരൂപം മാത്രമേ ഇവിടെ ഉള്ളൂ എന്നുള്ളതിലേക്ക് തന്നെ ഭഗവാൻ വരും. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ഉദ്ധവൻ്റെ ചോദ്യമാണ്. കതി തത്വാനി വിശ്വേശ സംഖ്യാത്യാൻ ഋഷിഭി പ്രഭോ നവൈകദേശ പഞ്ച ത്രീണ്യാർത്ഥ നവൈകാദശ പഞ്ച ത്രീണ്യാർത്ഥ ത്വമിഹ ശുശ്രുമ. എന്താണ് പറയണത്? വിശ്വേശ പ്രഭോ, ഹേ വിശ്വേശ്വര, ഹേ പ്രഭോ, ഋഷികളാൽ, അതായത് അറിവുള്ളവരാൾ തന്നെ. കതി തത്വാനി സംഖ്യാതാനി, ഈ പിന്നെ വേദങ്ങളിൽ എത്ര തത്വങ്ങളാണ് പറയപ്പെട്ടിട്ടുള്ളത്
എത്രയോ പല പല അഭിപ്രായമാണെന്ന്. നവ ഏകാദശ പഞ്ച ത്രീണി ത്വം ആഥ 9, 11, 5, 3 ഇങ്ങനെ 28 തത്വങ്ങളെ പറഞ്ഞു. ഇഹ ശുശ്രുമ, ഞാൻ അതും കേട്ടു. എന്താ പറഞ്ഞ വെച്ചാൽ ഈ ഭഗവാനെ പല പല ഋഷീശ്വരന്മാരും തത്വങ്ങളെ പല പ്രകാരത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങാണെങ്കിൽ അന്ന് ഇതിനു മുമ്പ് ഒരിക്കൽ നമ്മൾ പറഞ്ഞുല്ലോ 28 തത്വങ്ങൾ എന്ന് പറഞ്ഞുല്ലോ ഭഗവാൻ, ഇല്ലേ? നമ്മൾ മഹത്തത്വം, അഹങ്കാരം, എനിക്ക് ഓർമ്മിക്കാൻ പറ്റുമെന്ന് ശരിയാ. മഹത്തത്വം, അഹങ്കാരം, പിന്നെ ഈ പഞ്ചതന്മാത്രകൾ, പിന്നെ പഞ്ച ഇന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങളും പഞ്ചപ്രാണേന്ദ്രിയങ്ങളും. അപ്പോൾ 15 17 പിന്നെ പഞ്ചഭൂതങ്ങൾ, പിന്നെ 3 ഗുണങ്ങളും ആകുമ്പോൾ 28 നമ്മൾ പറഞ്ഞു മുമ്പേ. അതാണ് ഇപ്പോൾ പറയണം. പണ്ട് അങ്ങ് 28 പറഞ്ഞുല്ലോ. പക്ഷെ പല ഋഷിമാരും പല നമ്പറുകൾ പറയുന്നുണ്ട്. അത് ഏതാ ശരി എന്നാണ്. ഉദ്ധവ ഉവാച കതി തത്വാനി വിശ്വേശ സംഖ്യാ താൻ ഋഷിഭി പ്രഭോ നവൈകാദശ പഞ്ചത്രീണ്യാർത്ഥ ത്വമിഹ ശുശ്രുമ. എനിക്ക് അത് കേട്ടൂലോ, അങ്ങനെ പറഞ്ഞുല്ലോ. അപ്പോൾ രണ്ടാമത്തെ കേജിത് ഷഡ്വിംശതിം പ്രാഹുരപരേ പഞ്ചവിംശതിം സപ്തൈകേ നവഷട്ട് കേജിച്ചത്വാര്യേകാദശാപരേ. അപ്പോൾ ഇതിൽ പല പല നമ്പറാണ് വേണം. ഇനി നമുക്ക് 3 കൂടി ഒന്നിച്ച് ചെയ്യാം. എന്നാൽ ഒന്നിച്ച് അത് മുഴുവൻ. കേജി സപ്തദശ പ്രാഹു ഷോഡശൈകേ ത്രയോദശ ഏതാവത്വം ഹി സംഖ്യാനാം ഋഷയോ വിവക്ഷയാ ഗായന്തി പൃഥഗായുഷ്മന്നിദം നോ വക്തുമർഹസി. എനിക്ക് പല പല നമ്പറുണ്ട്, അത് പറയണം അത്രയേ ഉള്ളൂ കേട്ടോ. നമുക്കത് വായിക്കു വേണ്ടു. കേജിത് ചിലർ ഷഡ്വിംശതി 26 എന്നും അപരെ വേറെ ചിലർ പഞ്ചവിംശതി 25 എന്നും ഏകേ വേറെ ചിലർ സപ്ത നവ ഷഡ് ചിലർ 7, 9, 6 സപ്ത നവം 7 ഷഡ് 6 എന്നും കേജിത് ചത്വാരി ചിലർ 4 എന്നും അപരെ ഏകാദശ വേറെ ചിലർ 11 എന്നും കേജിത് വേറെ ചിലർ സപ്തദശ 17 എന്നും ഏകേ ഷോഡശ ചിലർ 16 എന്നും ത്രയോദശ 13 എന്നും പ്രാഹു പറയുന്നു. ആയുഷ്മൻ, ഹേ ഭഗവാനെ ആയുഷ്മൻ എന്ന് വിളിക്കണം എന്നും ആയുസ്സുള്ള ആളാണല്ലോ, നിത്യനാണല്ലോ. ഹേ നിത്യമൂർത്തേ, സംഖ്യാനാം ഏതാവത്യം ഇപ്രകാരം തത്വങ്ങളിൽ സംഖ്യയെ പലവിധമായിട്ട്, ഏതാവത്യം വെച്ചാൽ പല പല വിധത്തിൽ, യദ്വിവക്ഷയാഹി ഏതു ഫലം കരുതി ഋഷികൾ ഗായന്തി പറയുന്നു. എന്തങ്ങനെ പറയാൻ കാരണം? പല പല നമ്പേഴ്സ്, പലരും എല്ലാം അറിവുള്ളവരാണ്. ഇതം ന വക്തുമർഹസി, ഇതിനെ ഞങ്ങളൊക്കെ പറഞ്ഞു തരണം എന്ന് പറഞ്ഞാണ് ഉദ്ധവൻ്റെ ചോദ്യം. ഈ 3 ശ്ലോകത്തിൽ കഴിഞ്ഞു. അപ്പം നമുക്കത് വായിച്ച് ഭഗവാന്റെ ആൻസറിലേക്ക് പോവാം. കേജിത് ഷഡ്വിംശതിം പ്രാഹുരപരേ പഞ്ചവിംശതിം സപ്തൈകേ നവഷഡ് കേജിച്ചത്വാര്യേകാദശാപരേ കേജിൽ സപ്തദശ പ്രാഹു ഷോഡശൈകേ ത്രയോദശ ഏതാവത്വം ഹി സംഖ്യാനാം ഋഷയോ യദ്വിവക്ഷയാ ഗായന്തി പൃഥഹായുഷ്മന്നിദം നോ വക്തുമർഹസി. ഇതൊന്ന് ശരിക്കും എനിക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരൂ. അപ്പോൾ ഭഗവാൻ വാച 4 യുക്തം ച സന്ധി സർവത്ര ഭാഷന്തേ ബ്രാഹ്മണ യഥാ മായാം മദീയാം ഉദ്ധൃത്യ വദതാം കിന്നു ദുർഘടം. ബ്രാഹ്മണാഹ, അതായത് ബ്രഹ്മജ്ഞാനികൾ അല്ലെങ്കിൽ ഋഷികൾ, യഥാഭാഷന്തേ എങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ടോ അവയെല്ലാം യുക്തം എല്ലാം ശരി തന്നെയാണ്. ച എങ്കിലും സർവത്ര സന്ധി സർവത്തിലും എല്ലാ തത്വങ്ങളിലും അടങ്ങിയിരിക്കുന്ന മദീയാം മായാം അപ്രകാരമില്ലെങ്കിലും എൻ്റെ മായയെ ഉദ്ഗൃഹ്യ സ്വീകരിച്ചുകൊണ്ട് വദതാം സംസാരിക്കുന്നവർക്ക് കിംന്നു ദുർഘടം ഏതാണ് ഉചിതമല്ലാതിരിക്കുക. അതായത് എന്താ പറഞ്ഞാൽ അവർ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. ശരിക്ക് പറയാച്ചാൽ മായയിലേ ഉള്ളൂ ഈ എണ്ണൊക്കെ.
മായയ്ക്കപ്പുറത്ത് ഒന്നേ ഉള്ളൂ. അതാണ് ഇപ്പോൾ ഭഗവാൻ ഇതിൽ പറയണത്. മായയ്ക്കപ്പുറത്ത് ഒന്നേ ഉള്ളൂ. മായ കൊണ്ട് നമുക്ക് ഈ എണ്ണങ്ങൾ പറയണത് മുഴുവൻ ശരിയാണ് ഒരു നിലയ്ക്ക്. പക്ഷേ മായയുടെ ഉള്ളിലാണ് ഈ എണ്ണങ്ങളൊക്കെ പറയണത്. അതായത് ഓരോരുത്തരും ഗണിക്കുന്നവർക്ക് അവരവരുടേതായിട്ടുള്ള യുക്തികളുണ്ട്. വസ്തു അദ്വൈതാണ്. മറ്റ് തത്വങ്ങളുടെ ഈ കണക്ക് പറയണത് മുഴുവൻ മായാമണ്ഡലത്തിലത്തെ കണക്കുകളാണ്. കാരണം ഇല്ലാത്തതൊക്കെ ഉണ്ടാക്കി കാണിക്കാനുള്ള കഴിവുണ്ടല്ലോ മായയ്ക്ക്, ഇല്ലേ? ഉള്ളതിനെ മറച്ച് ഇല്ലാത്തതിനെ ഉണ്ടെന്ന് തോന്നിക്കുക. നമ്മൾ പറഞ്ഞല്ലോ മായയ്ക്ക് അതല്ലേ പണി. നമ്മളെപ്പോൾ ആത്മാവിനെ ഇങ്ങോട്ട് മറിക്കും, എന്നിട്ട് ഈ ലോകത്തിനെ ഇങ്ങോട്ട് അവിടെ അധ്യാസം ചെയ്യും. അതാണ് മായ. അപ്പോൾ ഇല്ലാത്തതുള്ളത് തോന്നിക്കുക. അപ്പോൾ ഒന്ന് മനസ്സിലാക്കൂ, അവരൊക്കെ പറഞ്ഞാലൊന്നും മായയിൽ നിന്ന് കണക്ക് കൂട്ടുമ്പോൾ അവരെല്ലാവരും പറഞ്ഞതും ശരിയാണ്. പക്ഷേ ഈ കണക്കുകളൊക്കെ മായയിൽ മാത്രമേ ഉള്ളൂ. മായയ്ക്കപ്പുറം ആ ഒരേ ഒരു വസ്തുവേ ഉള്ളൂ, ബ്രഹ്മം എന്ന് പറയണം. ശ്രീ ഭഗവാൻ വാച യുക്തം ച സന്ധി സർവത്ര ഭാഷന്തേ ബ്രാഹ്മണ യഥാ മായാം മദീയാം ഉദ്ധൃത്യ വദതാം കിന്നു ദുർഘടം. അതായത് ഏതാണ് തെറ്റ് ഏതാണ് ശരി എന്നൊന്നും, ഒന്നുകിൽ എല്ലാം തെറ്റാണ് അല്ലെങ്കിൽ എല്ലാം ശരിയാണ്. കാരണം അങ്ങനെയാണ് മായയിലത്ത് ഇല്ലാത്താണ് മായ പറയണതേ. പക്ഷെ മായയിലാണ് നിൽക്കണമെന്ന് വെച്ചാൽ അതൊക്കെ ശരിയാണെന്ന് പറയാം. മായയ്ക്കപ്പുറത്ത് പോയി അതൊക്കെ തെറ്റാണ്, അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. എന്നാൽ എല്ലാം ഈ എല്ലാ നമ്പറും ശരി തന്നെയാണെന്ന് പറയുക, അങ്ങനെ പറയുകയാണെങ്കിൽ മായയാണ് ഇങ്ങനെ നമുക്ക് പല സംഖ്യയായിട്ട് തോന്നിക്കണത് എന്ന് പറയുകയാണെങ്കിൽ മായയാണ് കാരണം വെച്ചാൽ എന്തിനാണ് നമ്മളെ ആൾക്കാർ പല പല നമ്പർ പറയണത്? മായ കൊണ്ട് തോന്നണമെന്നാണ്. എന്ത് നമ്പറായാലും വിരോധമില്ല വെച്ചാൽ അതിലൊരു തമ്മിത്തല്ല് ഭവിഷ്യമില്ല. അതിനും ഭഗവാൻ അതിനും ഉത്തരം പറയേണ്ടതില്ല കേട്ടോ. 5 നൈതദേവം യഥാതത്വം യദഹം വച്മി തത്തഥാ ഏവം വിവദതാം ഹേതും ശക്തയോ മേ ദുരത്യയാഹ. 5 ത്വം നിങ്ങൾ യഥാ ആഥ എങ്ങനെ ചോദിക്കുന്നുവോ അല്ലെങ്കിൽ എങ്ങനെ പറയുന്നുവോ, ഇത് ഏവം ന ഈ വിധമല്ല, തത് അത്, അഹം യദ് വച്മി ഞാൻ എങ്ങനെ പറയുന്നുവോ, തഥാ അങ്ങനെ തന്നെയാകുന്നു, ഹേതു എന്ന്. ഏവം ഹേതു അതായത് ഇങ്ങനെ പറയാം എന്നുള്ള, വേറെ തരത്തിൽ പറയാം എന്നുള്ളതിനെ പറ്റി വിവദതാം വാദിക്കുന്നവർക്ക്, ദുരത്യയം പരിഹരിക്കാൻ സാധിക്കാത്ത, മേ ശക്തയ അന്ധക്കരണ വൃത്തി, അതായത് എൻ്റെ ഉള്ളിലുള്ള മായയിലത്തെ ഗുണങ്ങളെ കൊണ്ട് തന്നെയാണ് അവരിങ്ങനെ പലതരത്തിലുള്ള നമ്പർ പറയണതെന്ന് പറയാണ്. അതായത് ഒരാൾ 5 പറഞ്ഞു, ഒരാൾ 28 പറഞ്ഞു, ഒരാൾ 16 പറഞ്ഞുല്ലോ. അപ്പോൾ നിങ്ങൾ പറഞ്ഞത് ശരിയല്ല, ഞാൻ പറയണതാണ് ശരി, ഇങ്ങനെ അവർ വാദിക്കണതിനെല്ലാം കാരണം എൻ്റെ മായ തന്നെയാണ്. ഈ സത്വരജസ്തമോ ഗുണങ്ങളുടെ ആധിക്യം, സത്വഗുണപ്രധാനിയാണെങ്കിലും രജോ ഗുണപ്രധാനിയാണെങ്കിലും തമോ ഗുണപ്രധാനിയാണെങ്കിലും അവരുടെ വീക്ഷണം വേറെ വേറെ തരാണ്. അപ്പോൾ എന്താ പറയണത് വെച്ചാൽ ഞാൻ പറയണതാ ശരി, വേറെ ആൾ പറയണതാ ശരി എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിൽ അതിനെന്താ ഒറ്റ കാരണമേ ഉള്ളൂ, എൻ്റെ മായയിലത്തെ ഗുണങ്ങൾ അവരിൽ വിവിധ പ്രൊപ്പോർഷനിലാണ്. ഒരാൾക്ക് സത്വഗുണം കുറച്ചധികം ഉണ്ട്, ഒരാൾക്ക് തമോ ഗുണം കുറച്ചധികം ഉണ്ട്, ഒരാൾക്ക് രജോ ഗുണം. അപ്പോൾ അതനുസരിച്ചാണ് അവർ വീക്ഷിക്കണതേ. അതുകൊണ്ടാണ് അവർ ഇത്ര ഗുണമുണ്ട് ഇത്ര ഗുണമില്ല എന്ന് പറയണതും ഞാൻ പറയണത് ശരിയാന്ന് പറയണതും. ശരിക്ക് അദ്വൈത വസ്തു ഒന്നേ ഉള്ളൂ. പക്ഷേ എന്നിൽ ഉറങ്ങിക്കിടക്കുന്ന മായ ഉണർന്നു കഴിയുമ്പോൾ സത്വരജസ്തമോ ഗുണങ്ങളുടെ ആ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുമ്പോൾ ആണല്ലോ ഈ ലോകം മുഴുവൻ ഉണ്ടാവണേ. ഈ ലോകത്തിലത്തെ എല്ലാ ജീവജാലങ്ങളിലും 3 ഗുണങ്ങൾ, ബ്രഹ്മാവ് അടക്കം എല്ലാവരിലും ഈ 3 ഗുണങ്ങളും ഉണ്ട്. തുല്യമായിട്ടല്ല, അത് പല
പല റേഷ്യോയിലാണ് എല്ലാവരിലും ഉള്ളത്. അതനുസരിച്ചിട്ട് അവരുടെ വീക്ഷണം മാറും. അതനുസരിച്ചിട്ട് അവർ ഇത്ര തത്വങ്ങളാന്ന് പറയുകയാണ്. എൻ്റെ മായ കാരണം തന്നെയാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നാണ് പറഞ്ഞത്. ഈ വ്യത്യാസം വരണതിന് എന്താ കാരണം വെച്ചാൽ അവരൊക്കെ മായയ്ക്ക് അധീനരാണ്. അവർക്ക് ഈ അദ്വൈത വസ്തു ഒന്നേ ഉള്ളൂ എന്ന് അനുഭവം വരാത്തവരാണതൊക്കെ പറയണമെന്ന് പറയാണ്. നൈതദേവം യഥാതത്വം യദഹം വജ്മി തത്തഥാ ഏവം വിവദതാം ഹേതും ശക്തയോ മേ ദുരത്യയാഹ. അതായത് ആർക്കും അതിക്രമിക്കാൻ കഴിയാത്ത എൻ്റെ മായ കാരണമാണത്. അതുകൊണ്ട് അതിലത്തെ ഗുണങ്ങൾ കാരണമാണ്. ഇനി പിന്നെയും പറയണോ തന്നെ, യാസാം വ്യതികരാദാസിദ് വികൽപ്പോ വദതാം പദം പ്രാപ്തേ ശമദമേപ്യേതി വാദസ്തമനുശാമ്യതി. യാസാം അതായത് ഈ 3 സത്വരജസ്തമോ ഗുണങ്ങളുടെ വ്യതികരാത് ക്ഷോഭം, ആജിറ്റേഷൻ. സത്വരജസ്തമോ ഗുണങ്ങൾ ആജിറ്റേറ്റഡ് ആവുമ്പോൾ അല്ലെങ്കിൽ ക്ഷോഭിക്കുമ്പോൾ വദതാം പദം അതിന് കാരണമായി വിഭതാം പദം. അപ്പം ഈ നാനാത്വം ഉണ്ടാവാനേ വിഭജിക്കുന്നവർക്ക് വിഷയമായ വികല്പം, ഈ പിന്നെ അന്ധകരണത്തിലത്തെ ആ വികല്പങ്ങൾ, ഈ മായയുടെ ഗുണങ്ങളുടെ ഏറ്റക്കുറവനുസരിച്ചുണ്ടാകുന്ന വികല്പങ്ങൾ ആസീത് ഉണ്ടായി. ശമദമ അതായത് മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളെയും, മനസ്സും ഇന്ദ്രിയങ്ങളും, അതായത് ശമം എന്ന് പറഞ്ഞാൽ എന്താ, മനസ്സിനെ അടക്കണത്. ദമം എന്ന് പറഞ്ഞാൽ എന്താ, ഇന്ദ്രിയങ്ങളെ അടക്കൽ അല്ലേ. അപ്പോൾ മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളെയും അടക്കൽ പ്രാപ്തൈഹി, മനസ്സും ഇന്ദ്രിയങ്ങളും അടക്കുമ്പോഴാണ്, അല്ലെങ്കിൽ മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും നിയന്ത്രണം ഉണ്ടാവുമ്പോഴാണ് അപ്യേതി ഭേദം നശിച്ചു പോകുന്നു. അപ്പം ഈ ഭേദഭാവന ഇല്ല. തം അനു അതനുസരിച്ച് വാദവും ശാമ്യതി, വാദവും നശിക്കുന്നു. എന്താണ് ഇതിൽ പറഞ്ഞു വെച്ചാൽ, ഈ ഒരു ശ്ലോകത്തിൽ എന്താ പറഞ്ഞു വെച്ചാൽ, ഈ ഇങ്ങനെയുള്ള പിന്നെ ഞാൻ പറഞ്ഞതാണ് ശരി, എൻ്റെ, അതായത് ഈവൻ ഭഗവാൻ പറയണത് ഞാൻ പറഞ്ഞതും കൂടിയും ഇന്ന തരത്തിലേ ആവാവൂ എന്ന് വിചാരിക്കേണ്ട. കാരണം എൻ്റെ ശക്തി ലിമിറ്റ്ലെസ്സാണ്. അപ്പം ഈ മായയിലങ്ങോട്ട് നമ്മൾ നമുക്ക് അജ്ഞാനം, മായയുടെ അജ്ഞാനത്തിൽ അങ്ങോട്ട് നമ്മൾ കുടുങ്ങുമ്പോൾ അപ്പം നമുക്ക് പലതും ശരിയും തെറ്റും തോന്നും. അപ്പം നമുക്ക് മായയിലത്തെ ഈ ഇതിലിങ്ങോട്ട് പെടുമ്പോൾ നമുക്ക് അറിയില്ല. അതാണ്. അപ്പോൾ പിന്നെ ഈ മായയിലത്തെ അതായത് അത് കൂടിക്കലരുമ്പോൾ ഓരോ സംശയങ്ങളുണ്ടാവും. പക്ഷെ എന്താണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറഞ്ഞാൽ, ആർക്കാണ് ശമവും ദമവും ഉള്ളത്, അതായത് ഇന്ദ്രിയ നിയന്ത്രണവും മനസ്സും അടക്കിയ ഒരാളൊക്കെ, നിയന്ത്രിച്ച ഒരാളൊക്കെ, അപ്പോൾ ഈ വാദങ്ങളൊക്കെ അവസാനിക്കും. അതായത് ഈ മനസ്സും ഇന്ദ്രിയവും അടങ്ങിച്ചാൽ പിന്നെ നമുക്ക് ഈ ഒറ്റ വസ്തു ഉള്ളൂ എന്നുള്ളത് തെളിഞ്ഞു വരും എന്നാണ് പറയണത്. കംപ്ലീറ്റ്ലി മനസ്സും ഇന്ദ്രിയവും അടങ്ങിയാലേ അതുവരെ നമ്മളിങ്ങനെ ഓരോന്ന് ഉണ്ടെന്ന് നമുക്ക് ഈ മായ തോന്നിക്കുകയാണെന്ന് പറയണം. മനസ്സും ഇന്ദ്രിയങ്ങളും അടങ്ങിയാൽ ഈ സങ്കല്പ വികല്പങ്ങളൊക്കെ അടങ്ങും. അതിൻ്റെ ഏറ്റക്കുറച്ചനുസരിച്ചുണ്ടാകുന്ന വികല്പം നശിച്ചാൽ പിന്നെ നമുക്ക് ഈ വാദവും ഇങ്ങനെയുള്ള ഈ കോൺട്രവേഴ്സിയും പിന്നെ ഉണ്ടാവില്ല എന്നാണ് ഇതിൽ പറഞ്ഞത്. ഇനി ഏഴാമത്തെ 6 വായിച്ചതിലേക്ക് പോവാം. യാസാം വ്യതികരാദാസീത് വികൽപ്പോ വദതാം പദം പ്രാപ്തേ ശമദമേപ്യേതി വാദസ്തമനുശാമ്യതി. അതായത് ദമവും ശമവും ഉണ്ടായാൽ ഈ വാദവും ശമിക്കുന്ന, വാദം കൂടി ശമിക്കുന്ന. ഇനി പരസ്പരാനുപ്രവേശാത് തത്വാനാം പുരുഷർഷഭഃ പൗർവാപര്യപ്രസംഖ്യാനം യഥാ വക്തുർവിവക്ഷിതം. എന്താണ് ഇതിൻ്റെ അർത്ഥം നോക്കാം നമുക്ക്. പുരുഷർഷഭ, ഹേ പുരുഷശ്രേഷ്ഠ,
തത്വാനാം പരസ്പരാനുപ്രവേശാത്, തത്വങ്ങൾ ഒന്നിനുള്ളിൽ ഒന്ന്, അതായത് പരസ്പരാനുപ്രവേശ, ഒന്നിൻ്റെ ഉള്ളിൽ ഒന്ന് പ്രവേശിച്ചിട്ടുണ്ട്. ഒന്നിൻ്റെ ഉള്ളിൽ ഒന്നാണ് ഈ തത്വങ്ങളെ. വക്തഹ പറയുന്നവന്. അപ്പം അതുകൊണ്ട് എത്ര തത്വങ്ങളുണ്ടെന്ന് പറയണ ആൾക്ക് വിവക്ഷിതം യഥ, അതായത് പറയുന്നതിൽ ഉള്ള ആ ഒരു ആഗ്രഹം സംബന്ധിച്ച് പൗർവാപര്യപ്രസംഖ്യാനം, അതായത് മുമ്പുള്ള കാരണം പിന്നുള്ള കാര്യം എന്ന കാര്യകാരണ രൂപമായി പറയപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ഭഗവാൻ ഉദ്ദേശിക്കണ വെച്ചാൽ, ഈ പരസ്പരം ഒന്നിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒന്നിൻ്റെ ഉള്ളിൽ ഒന്ന് അങ്ങനെ തത്വങ്ങൾ ഉള്ളത് കാരണം, അതായത് ഒന്ന് മറ്റേനെ അപേക്ഷിച്ചിരിക്കുന്നു. അതായത് ആദ്യം മഹത്തത്വം ഉണ്ടായി, മഹത്തത്വത്തിൽ നിന്ന് അഹംബോധം ഉണ്ടായി, അത് കഴിഞ്ഞ് അഹങ്കാരം, ഞാൻ എൻ്റെ എന്നുള്ളത്. ആ അഹങ്കാരം മൂന്നായി പിരിഞ്ഞ് അല്ലേ, പിന്നെ സത്വഗുണത്തിൽ നിന്നാണ് ഈ അധിഷ്ഠാന ദേവതകളും അന്ധക്കരണം ഉണ്ടായി എന്ന് പറഞ്ഞു. രജോ ഗുണത്തിൽ നിന്ന് കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളുണ്ടായി എന്ന് പറഞ്ഞു. തമോ ഗുണത്തിൽ നിന്നാണ് പിന്നെ ഈ പ്രപഞ്ചം എന്നൊക്കെ പറഞ്ഞില്ല. അപ്പോൾ ഇങ്ങനെ ഒന്നിൻ്റെ ഉള്ളിൽ ഒന്ന് അങ്ങനെ അന്യോന്യം റിലേറ്റഡാണ്. അങ്ങനെ അതുകൊണ്ട് ഈ തത്വങ്ങളുടെ മുമ്പുള്ള സ്ഥിതികളൊക്കെ അതിനെ എണ്ണണ അത് എത്ര തത്വങ്ങളാണെന്ന് എണ്ണണ ആളിൻ്റെ ഇഷ്ടം മാത്രമാണ് അതിൽ ഉള്ളത്. അയാളുടെ അറിവും അയാളുടെ ഇഷ്ടവും. അയാളിപ്പോൾ ഒന്നിനെ പറയുകയാണ്, അയാൾ ഈ 3 ഗുണങ്ങളെ ഒന്നായി പറഞ്ഞാൽ മതി. സത്വ രജ തമോ ഗുണങ്ങളുണ്ടല്ലോ മായയിൽ, അതിനെ ഗുണങ്ങൾ എന്ന് പറഞ്ഞു ഒന്നായിട്ട് പറഞ്ഞാൽ മതി. അത് അയാളുടെ ഇഷ്ടമല്ലേ. 3 അഹങ്കാരമുണ്ട്, സാത്വിക രാജസഹങ്കാരം, താമസഹങ്കാരം. ഞാൻ 3ആയിട്ട് പറയണമെന്ന് ആഗ്രഹിക്കുന്നു. വേറൊരാൾ അതിനെ അഹങ്കാരം എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയാച്ചാലോ. അതാണ് ഇവിടെ പറഞ്ഞത്. എല്ലാം ഈ മ്യൂച്വലി റിലേറ്റഡ്, അന്യോന്യം റിലേറ്റഡ് ആയതുകൊണ്ട് ഈ തത്വങ്ങളുടെ എത്ര ഉണ്ടെന്നും അത് മുമ്പുണ്ടായിരുന്നതാണ്, അത് പിന്നെ അങ്ങനെയുള്ളതൊക്കെ അത് എത്ര തത്വങ്ങളാണെന്ന് പറയണ ആളുടെ ഇഷ്ടത്തെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യണമെന്ന് പറയാണ്. അതായത് ഒന്നിൽ തന്നെ എല്ലാം അടങ്ങിയതാണ്. അതുകൊണ്ടാണ് ഇത് മുമ്പുള്ളതാണ്, ഇത് പിന്നുള്ളതാണെന്നൊക്കെ പറയുമ്പോൾ അത് ആ ആളെന്ത് മനസ്സിലാക്കിയോ അതനുസരിച്ചിട്ടാണെന്നാണ് പറഞ്ഞ ഭഗവാൻ. അപ്പോൾ ഇതെന്താ ഇങ്ങനെ പറഞ്ഞു കൊണ്ടുവരുന്ന ഭഗവാൻ പറയാറ് എന്താ പറയുക, ഈ നാനാത്വമൊക്കെ മായയിൽ മാത്രമേ ഉള്ളൂ, നിങ്ങളതൊന്നും നോക്കണ്ട. ഇവിടെ വസ്തു ഒന്നേ ഉള്ളൂ, അഖണ്ഡബോധരൂപം മാത്രമേ ഉള്ളൂ എന്ന് പറയണം നമ്മളോട്. ശരിക്കും അതാണതൊക്കെ പറയണത്. അതായത് ഈ പറയണ ആളുടെ അറിവും ഇഷ്ടവും അനുസരിച്ച് തത്വങ്ങളെ കുറച്ച് പറയുക അധികം പറയുകയൊക്കെ ചെയ്യാം. ശരിക്ക് വസ്തു ഒന്നേ ഉള്ളൂ, അതിൽ നിന്നുണ്ടാകുന്നതാണ് ഉണ്ടാവുന്നു എന്ന് തോന്നുന്നതാണ് ബാക്കിയല്ല. വസ്തു ഒന്നേ ഉള്ളൂ, മായ കാരണം അതിൽ നിന്ന് ഉണ്ടാകുന്നു എന്ന് തോന്നുന്നതാണ് ഈ പ്രപഞ്ചം മുഴുവനെ അല്ലേ. ആ ബ്രഹ്മം തന്നെയാണ് പ്രപഞ്ചാകാരമായിട്ട് നാനാരൂപഭേദമായിട്ട് നിൽക്കുന്നത്. അപ്പം അതിനെ ഒന്നേ ഉള്ളൂ എന്ന് പറയാം. അതിലത്തെ ചിലതിനെ കാണുന്നവർ ചിലതുള്ളൂ പറയും, അങ്ങനെയും പറയാമെന്ന് പറയാണ്. ഇനി 8 കൂടിയും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കണു. 8 കൂടിയും ചെയ്യാം, നോക്കട്ടെ കേട്ടോ. 8 കൂടിയും ചെയ്യാം. എങ്ങനെയാണ് ഈ അന്യോന്യം ഉള്ളിലേക്ക് പോകണമെന്നുള്ളതാണ് അതിലൊന്ന് പറയാൻ നോക്കണം. നമുക്ക് അതുകൂടി പറയാം. ഏകസ്മിന്നപി ദൃശ്യന്തേ പ്രവിഷ്ടാനി തരാണി ച പൂർവസ്മിൻ വാ പരസ്മിൻ വാ തത്വേ തത്വാനി സർവശഃ. അതും നാരായണീയത്തിലും പ്രവിഷ്ടാൻ അപ്രവിഷ്ടാൻ എന്നൊക്കെ ഉണ്ടല്ലോ അല്ലേ, നമ്മൾ ചെയ്തൂല. അപ്പോൾ പൂർവസ്മിൻ, അതായത് കാരണമായിട്ടുള്ള ഏകസ്മിൻ തത്വേ, ഒരേ ഒരു തത്വം, അത് ബ്രഹ്മം. അതാണ് കാരണം എല്ലാറ്റിൻ്റെയും അല്ലേ. ഇതരാണി തത്വാനി, ബാക്കി തത്വങ്ങളൊക്കെ കാരണമായിട്ടുള്ള തത്വം അവിടെ ഉണ്ട്. ബാക്കിയൊക്കെ സർവശഃ മുഴുവനും പ്രവിഷ്ടാനി ദൃശ്യന്തേ, മണ്ണിൻ കുടം പോലെ, അതായത് മണ്ണിൽ നിന്ന് കുടമുണ്ടായ പോലെ, അഭിവ അല്ലെങ്കിൽ അപരസ്മിൻ ച കാര്യതത്വ, അതായത് കാര്യത്തിൽ കാരണങ്ങൾ ഏകവത്, അതായത് കുടത്തിൽ മണ്ണ് പോലെ ആണെന്നാണ് പറയണത്.
അതാണ് നമുക്ക് ആ ഒരു ഉദാഹരണം ഇവിടെ കുറച്ച് സഹായിക്കണത്. എന്താ അറിയോ? കാരണം ബ്രഹ്മം, കാര്യം പ്രപഞ്ചം. കാരണം ബ്രഹ്മം, കാര്യം പ്രപഞ്ചം. കാരണം ആയാലും കാര്യം ആയാലും എന്താ പറയണേ? ഒരേ തത്വത്തെ തന്നെ, ആ കാരണത്തിലാണ് ഈ എല്ലാ തത്വവും. ആ കാരണത്തിൽ നിന്ന് മായ പുറത്തേക്ക് വന്നു, അല്ല മായ ഉറങ്ങിക്കിടക്കണ മായയെ ഉണർന്നു, അല്ലെങ്കിൽ സത്വരജസ്തമോ ഗുണങ്ങൾ ക്ഷോഭിച്ചു. മായ ക്ഷോഭിച്ചപ്പോൾ സത്വരജസ്തമോ ഗുണങ്ങൾ അവിടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടുവല്ലോ. എന്നിട്ട് മഹത്തത്വം ഉണ്ടായില്ലേ? അപ്പോൾ മഹത്തത്വം മായയിലായിരുന്നു, മായ ഭഗവാനിലായിരുന്നു. ഈ മഹത്വത്തിൽ നിന്നാണ് അഹംബോധം ഉണ്ടാവണത്. അപ്പോൾ അഹംബോധം മഹത്തത്വത്തിലായിരുന്നു, ഒന്നിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഈ ആദ്യത്തെ തത്വത്തിൽ തന്നെയാണ് എല്ലാ തത്വങ്ങളും പ്രവേശിച്ചിരിക്കുന്നത്, ആദ്യത്തെ തത്വത്തിൽ അല്ലേ? അപ്പോൾ ഇത് ഏതുപോലെ വെച്ചാൽ ഈ മണ്ണാണ് കാരണം. കാര്യം എന്താ? പല 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 മൺപാത്രങ്ങൾ അല്ലേ? അപ്പം നമ്മൾ ഈ മൺപാത്രങ്ങളിലൊക്കെ മണ്ണ് പ്രവേശിച്ചു, അല്ലാതെ മൺപാത്രം ഉണ്ടാവില്ല. അപ്പോൾ ഈ കാരണമായ ബ്രഹ്മം കാര്യമായി നമ്മൾ കാണുന്ന എല്ലാ തത്വങ്ങളിലും അല്ലെങ്കിൽ പ്രപഞ്ചത്തിലും ആ കാരണമായ ബ്രഹ്മം പ്രവേശിച്ചിട്ടുണ്ട്. അന്യോന്യം പ്രവേശിക്കാമെന്ന് പറയാം. എന്താ കാരണം വെച്ചാൽ എല്ലാറ്റിലും ബ്രഹ്മമുണ്ട്, എല്ലാം ബ്രഹ്മം തന്നെയാണെന്നും പറയാമല്ലോ. അല്ലെങ്കിൽ ബ്രഹ്മത്തിൽ നിന്ന് വന്നതാണ് എല്ലാം. എല്ലാറ്റിലും ബ്രഹ്മം ഉണ്ടേനും. അതായത് നമുക്ക് മണ്ണിൻ്റെ എടുക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നു. മണ്ണാണ് കാരണം ഏതിനാ? എല്ലാ മൺപാത്രങ്ങൾക്കും. അപ്പം മണ്ണിൽ നിന്നാണ് മൺപാത്രങ്ങൾ വന്നത്. ആ മണ്ണുകൊണ്ട് തന്നെയാണ് മൺപാത്രങ്ങൾ അല്ലേ? പക്ഷേ ഒരു വ്യത്യാസമേ ഉള്ളൂ ഈ ലൗകികമായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കണേൽ. അപ്പം മണ്ണും മൺപാത്രവും നമുക്കറിയാം അന്ന് തന്നെയാണെന്ന്. അത് ആ ഒരു ഭാഗം വളരെ ബ്രഹ്മവും പ്രപഞ്ചവുമായിട്ട് വളരെ നമുക്ക് ശരിയായിട്ട് പറയാം. ഒരു വ്യത്യാസമേ ഉള്ളൂ. എന്താ അറിയോ? ഇതിൽ മൺപാത്രം ഉണ്ടാക്കാൻ ഒരു കാരണക്കാരനുണ്ട്, ഒരാൾ വേണം ഉണ്ടാക്കാൻ. മണ്ണുണ്ടെങ്കിലും മൺപാത്രം ഉണ്ടാക്കണമെങ്കിൽ ഒരാൾ വേണം. പക്ഷേ ഈ ബ്രഹ്മത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെയാ വെച്ചാൽ ബ്രഹ്മം കൊണ്ട് തന്നെയാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കുന്നത്. ബ്രഹ്മം തന്നെയാണ് പ്രപഞ്ചം ഉണ്ടാക്കണം. വേറെ ഉണ്ടാക്കാൻ ഒരാളില്ല. ഭഗവാൻ നിമിത്ത കാരണവും ഉപാദാന കാരണമാണ്. ഇപ്പോൾ മൺപാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ ശരിയാണ്, മണ്ണും മൺപാത്രമൊക്കെ മണ്ണ് തന്നെയാണെന്നുള്ള ഭാഗം ശരിയാണ്. പക്ഷേ മൺപാത്രം നിമിത്തകാരനാണ്, ഉപാദാന കാരണം അത് ഉണ്ടാക്കുന്ന ആളാണല്ലോ കുമ്പാരൻ. പക്ഷേ ഈ ബ്രഹ്മവും പ്രപഞ്ചത്തിൻ്റെ കാര്യത്തിൽ ബ്രഹ്മം തന്നെയാണ് പ്രപഞ്ചം, ബ്രഹ്മത്തിൽ തന്നെയാണ് പ്രപഞ്ചം. എല്ലാ പ്രപഞ്ചത്തിലത്തെ എല്ലാം ആ ബ്രഹ്മം തന്നെയാണ്. പക്ഷേ ആ ബ്രഹ്മത്തിൻ്റെ ശക്തി തന്നെയാണ്, ആ ഒരു അദ്വൈത ശക്തി തന്നെയാണ് ഇങ്ങനെ നാനാത്വമായി പ്രകാശിക്കുന്നതും പ്രകാശിപ്പിക്കുന്നതും. അപ്പോൾ ഉപാദാന കാരണവും നിമിത്ത കാരണവും ഭഗവാനാണ് പ്രപഞ്ചത്തിൻ്റെ കാര്യത്തിൽ. പക്ഷേ നമ്മൾ മണ്ണോ സ്വർണ്ണമോ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഉപാദാന കാരണം വ്യത്യസ്തമാണ്, അത് മാത്രമേ ഉള്ളൂ. പക്ഷേ അതുകൊണ്ടാണ് പറഞ്ഞത് ബ്രഹ്മത്തിൽ നിന്ന് വന്നതാണ് എല്ലാം, ബ്രഹ്മം കൊണ്ട് തന്നെ സൃഷ്ടിക്കപ്പെട്ടതാണ്. മണ്ണിൽ നിന്നുണ്ടായതാണ് എല്ലാ മൺപാത്രങ്ങളും, മണ്ണു തന്നെയാണ് എല്ലാ മൺപാത്രങ്ങളും. അപ്പം അങ്ങടും ഇങ്ങടും പരസ്പരം പ്രവേശിച്ചു എന്ന് പറയാണ്. അതാണ് ഇതിൽ പറഞ്ഞത്. 8 വായിച്ച് നിർത്താം. ഏകസ്മിന്നപി ദൃശ്യന്തേ പ്രവിഷ്ടാനി ഇതരാണി ച പൂർവസ്മിൻ വാ പരസ്മിൻ വാ തത്വേ തത്വാനി സർവശഃ. അതാണ് ഇതിൽ പറഞ്ഞത്. അതായത് ഈ തത്വങ്ങളുടെ പൂർവസ്ഥിതി, പിന്നെ കുറച്ച് കഴിഞ്ഞാലത്തെ സ്ഥിതി, ഇതൊക്കെ അതായത് മുൻപുള്ളതോ പിമ്പുള്ളതോ എന്നൊന്നും ഒരു ചോദ്യം ശരിക്കും വരുന്നില്ല. മുമ്പുള്ളതോ പിമ്പുള്ളതോ ആയ ഒന്നിൽ എല്ലാം അടങ്ങിയില്ലേ ആ ബ്രഹ്മത്തിൽ. അപ്പോൾ ഇതൊക്കെ പറയണത് ഓരോരുത്തരും അവരവനക്ക് മനസ്സിലാക്കിയ പോലെ പറയുക, ഒന്നും തെറ്റും ശരിയെന്ന് പറയാൻ വയ്യ എന്ന് പറഞ്ഞ് ഇവിടെ നിർത്താം. ഇനി നാളെ 9 ചെയ്യാം കേട്ടോ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം.